ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം ഏറെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് അത്രമേൽ വേരുള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്, അമേഠിയും റായ്ബറേലിയും. എന്നാൽ അമേഠിയിൽ സ്മൃതി ഇറാനിയാണ് ഇപ്പോൾ എം പി. രാഹുൽ ഗാന്ധി മത്സരിച്ച അമേഠിയിൽ കോൺഗ്രസിൻ്റെ എം പിക്ക് വിജയിച്ചു വരുവാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് ഏറെയാണ്. എന്നാൽ ഇതുവരെ അമേഠിയിലും റായ്ബറേലിയിലും ആര് മത്സരിക്കണം എന്ന തീരുമാനം ആയിട്ടുമില്ല. ഉത്തർപ്രദേശിലെ PCC പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമാകാത്തത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കുകയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിച്ച സ്മൃതി ഇറാനിയോട് തോറ്റുപോയ അമേഠിയിൽ വീണ്ടും രാഹുൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ കോൺഗ്രസ് മറുപടി നൽകിയിട്ടുമില്ല. സ്മൃതി ഇറാനി വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുലിനെ. ഭയന്നിട്ടാണോ രാഹുൽ താങ്കൾ വീണ്ടും അമേഠിയിൽ മത്സരിക്കാത്തതെന്ന്. അതിന് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി, പാർട്ടി പറഞ്ഞാൽ താൻ എവിടെയും മത്സരിക്കും, അത് അമേഠിയിലാണെങ്കിൽ അവിടെയും എന്നു തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നു. അമേഠിയിലും റായ്ബറേലിയിലും ആര് മത്സരിക്കണം എന്ന തർക്കമാണ് നിലവിൽ നടക്കുന്നത്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കട്ടെ എന്നായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം. എന്നാൽ അമേഠിയിൽ ഇക്കുറി താൻ മത്സരിക്കുവാൻ സന്നദ്ധനല്ല എന്ന തരത്തിലേക്കും റായ്ബറേലിയിലേക്ക് താൻ മത്സരിക്കാൻ സന്നദ്ധനാണെന്ന തരത്തിലേക്കുമാണ് രാഹുൽ ഗാന്ധി തൻ്റെ സമീപനം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിച്ച് നിരന്തരമായി വിജയിക്കുന്ന റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. നിലവിൽ അവിടെ ഈ തർക്കം അമേഠിയിൽ മത്സരിച്ചാൽ രാഹുൽ ഗാന്ധി തോക്കുമോ എന്ന ഭയത്തിൻ്റെ പുറത്തുണ്ടായതാണ് എന്ന പ്രചരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. മാർച്ച് ആദ്യവാരം തന്നെ അമേഠിയിലെയും റായ്ബറേലിയിലെയും കാര്യത്തിൽ തീരുമാനമാകുമെന്നും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും തന്നെ മത്സരിക്കുമെന്ന കോൺഗ്രസിൻ്റെ ഔദ്യോഗികപരമായ തീരുമാനമുണ്ടാകുമെന്നും ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ അറിയിച്ചിരുന്നതാണ്. എന്നാൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കുവാൻ പോകുന്ന സാഹചര്യത്തിൽ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യത്തിലും ഉത്തർപ്രദേശിലെ ഈ രണ്ട് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ നാളിതുവരെ തീരുമാനം ആയിട്ടുമില്ല. തീരുമാനം എടുക്കേണ്ട അവസ്ഥയും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രചരണ പരിപാടികളുമായി മുൻപോട്ട് പോകുവാൻ കോൺഗ്രസിന് ഇപ്പോഴും സ്ഥാനാർത്ഥി ആരാണെന്ന് തിരിച്ചറിയാത്ത വലിയ അങ്കലാപ്പിലാണ്. ഇവർ തമ്മിലുള്ള ഈ സീറ്റ് തർക്കത്തെ തുടർന്ന് ആശയക്കുഴപ്പത്തിലാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം. അതൊന്നും പോരാതെ അമേഠിയിൽ താൻ മത്സരിക്കണമെന്നാണ് ജനതയുടെ വികാരമെന്നും തൻ്റെ ഭാര്യയെ MP ആക്കുന്നതിനോടൊപ്പം തന്നെ തന്നെയും MP ആക്കണമെന്നാണ് റോബർട്ട് വാദ്ര എന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ആവശ്യപ്പെടുന്നത്. റോബർട്ട് വാദ്രയെ അമേഠിയിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും AICC PCC ആസ്ഥാനങ്ങളിൽ നിരക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ആ വിഷയത്തെ കാര്യമായി തന്നെ തള്ളുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്നും അല്ലെങ്കിൽ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കൂട്ടായ തീരുമാനത്തിൽ തീരുമാനിക്കുമെന്നും അറിയിച്ചിരുന്നതാണ്. എന്തായാലും വലിയ ആശയക്കുഴപ്പവും തർക്കവും നിലനിൽക്കുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായി അമേഠിയും റായ്ബറേലിയും നിലനിന്നു പോവുകയാണ്. ചർച്ചയ്ക്കൊടുവിൽ ഒരു തീരുമാനം ഉടൻ എടുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. വയനാട്ടിൽ പോയി മത്സരിക്കുന്നത് പരാജയ ഭയത്തോടു കൂടിയാണ് എന്ന് BJPയുടെ ചോദ്യത്തിന് തനിക്ക് അത്തരത്തിലൊരു പരാജയ ഭയവുമില്ല, പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ ഇതുവരെയും അതിൽ തീരുമാനമെടുക്കാത്തത് വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാലും അമേഠിയിൽ വിജയിച്ചാൽ അങ്ങോട്ട് പോകുന്ന വാർത്തകൾ പ്രചരിക്കുന്നത് കൊണ്ട് 26-ാം തീയതി വയനാട്ടിൽ നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ താൻ അമേഠിയിലാണോ റായ്ബറേലിയിലാണോ മത്സരിക്കുവാൻ പോകുന്നതെന്ന തീരുമാനത്തിൽ അന്തിമമായൊരു അഭിപ്രായം പറയൂ എന്ന് BJPയുടെ കേന്ദ്ര കേരള നേതൃത്വങ്ങൾ പറയുന്നു. സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ജയിച്ചു പോന്നിരുന്ന മണ്ഡലത്തിൽ 2019 സ്മൃതി ഇറാനിയുടെ വരവോടെയാണ് ജനം കോൺഗ്രസിനെ പുറന്തള്ളിയത്. എന്നാൽ അന്ന് രണ്ടിടങ്ങളിൽ നിന്ന് മത്സരിച്ച രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയിരുന്നു. ഇത്തവണയും വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന രാഹുൽ അമേഠിയിലും സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അറിയണം ചിലത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ആ വരവ് കോൺഗ്രസ് അത്ര കാര്യമായി എടുത്തിരുന്നില്ല. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ഒരു ചാവേർ സ്ഥാനാർത്ഥിയായി സ്മൃതിയെ BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ പോലും കരുതിയിരുന്നു. 2014 4,08,651 വോട്ടാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നേടിയത്. സ്മൃതി ഇറാനിക്ക് ലഭിച്ചത് 3,07,748 വോട്ട്. ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ കുറയുമ്പോൾ കോൺഗ്രസ് അപകടം മണക്കേണ്ടതായിരുന്നു. എന്നാൽ രാജ്യത്തെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിയുടെ അലസത സ്മൃതിയുടെ വരവ് കാര്യമായി എടുത്തില്ല. കോൺഗ്രസ് കോട്ടയാണെന്ന് പറയുമ്പോഴും സ്മൃതിക്ക് മുൻപ് ഒരു തവണ BJP അമേഠിയിൽ വിജയിച്ചിട്ടുണ്ട്. 1998 അമേഠി BJPക്കൊപ്പം നിന്നിട്ടുണ്ട്. BJPയുടെ സഞ്ജയ് സിംഗ് അന്ന് കോൺഗ്രസിൻ്റെ സതീഷ് ശർമ്മയെ 23,270 വോട്ടിന് പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ
പിന്നീട് BJPക്ക് ചവിട്ടി നിന്ന മണ്ണ് നഷ്ടമായി. 1999 കന്നി അംഗത്തിനിറങ്ങിയ സോണിയാഗാന്ധി സഞ്ജയ് സിംഗിനെ വീഴ്ത്തി മണ്ഡലം തിരിച്ചുപിടിച്ചു. 2004-ലും 2009-ലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട BJP 2014 മോദി തരംഗത്തിൽ തിരിച്ചുവരവ് നടത്തി. തൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പായ 2004-ൽ രാഹുൽ ഗാന്ധി നേടിയത് 3,90,179 വോട്ടാണ്. 66.18% വോട്ട്. രണ്ടാം സ്ഥാനത്തെത്തിയ BSP 99,326 വോട്ട് നേടി. മൂന്നാം സ്ഥാനത്തായിരുന്ന BJPക്ക് ലഭിച്ചത് വെറും 55,438 വോട്ട്. BJPക്ക് കിട്ടിയത് വെറും 9.40% വോട്ട്. 3.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ 2009-ൽ അമേഠിയിൽ നിന്ന് വിജയിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തിയ BSP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 93,997 വോട്ട്. BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 37,570 വോട്ട്. 2009-ൽ 71% വോട്ട് നേടിയ രാഹുലിന് 2014-ൽ കിട്ടിയ വോട്ട് വിഹിതം 46.71%. 25% കുറവ്. 2004-ൽ 9%, 2009-ൽ 5% മാത്രം വോട്ട് നേടിയ BJP 2014-ൽ 34.38% വോട്ട് നേടി. 28% വർധനവ്. അമേഠി മണ്ഡലം സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി മറ്റൊരു സുരക്ഷിത മണ്ഡലം കൂടി ആലോചിക്കുന്ന സമയത്താണ് കേരളത്തിലെ നേതാക്കൾ വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി എത്തുന്നത്. മുതിർന്ന നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ച് രാഹുൽ അമേഠിക്കൊപ്പം വയനാട്ടിൽ മത്സരിച്ചു. ഇത് ആയുധമാക്കിയ സ്മൃതിയും BJPയും വൻ പ്രചരണം അഴിച്ചുവിട്ടു. തന്നെ ഭയന്നാണ് രാഹുൽ രണ്ടാം മണ്ഡലത്തിൽ മത്സരിക്കുന്നതെന്ന് സ്മൃതി ഇറാനി പാടി നടന്നു. വയനാട്ടിലെ പ്രകടനങ്ങളിലെ മുസ്ലിം ലീഗ് പതാകകൾ പാകിസ്ഥാൻ പതാകകളാണെന്ന് പ്രചരണവും നടത്തി. സുരക്ഷിത മണ്ഡലം തേടി ദക്ഷിണേന്ത്യയിലേക്ക് വന്നത്, പ്രത്യേകിച്ച് BJPയുടെ കണ്ണിലെ കരടായ കേരളത്തിലേക്ക് വന്നത് അമേഠിയിൽ രാഹുലിന് തിരിച്ചടിയായി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ വൻ വിദ്വേഷ പ്രചരണവും സ്മൃതി ഇറാനിക്ക് കൂട്ടായിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 4,68,514 വോട്ട് നേടി സ്മൃതി ഇറാനി വിജയിച്ചു. 49.71% വോട്ട് സ്മൃതിക്ക് ലഭിച്ചു. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 4,13,394 വോട്ടും 43.84% വോട്ട് വിഹിതം. രാഹുൽ അമേഠിയിൽ മത്സരിക്കുന്നില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുവാനുള്ള താൽപ്പര്യം അറിയിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അഖിലേഷ് യാദവിനൊപ്പം ഗാസിയാബാദിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയോ ഇന്ത്യ സഖ്യമോ അധികാരത്തിൽ എത്തും എന്ന ചർച്ചയ്ക്കൊപ്പം കാര്യമായ ചർച്ചയ്ക്ക് വിധേയപ്പെടുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളായി മാറിയിരിക്കുകയാണ് അമേഠിയും റായ്ബറേലിയും. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ 2 ഇടങ്ങളിലും ആരാകണം സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുന്നതിൽ പോലും കോൺഗ്രസിന് വലിയ കല്ലുകടികളാണ് ഉള്ളിലുള്ളത്. പ്രിയങ്കയും രാഹുലും റായ്ബറേലിക്ക് വേണ്ടിയുള്ള ചർച്ചകളിൽ കാര്യമായി ഇടപെടുന്നു. രാഹുൽ പറയുന്നു തനിക്ക് വേണം റായ്ബറേലി എന്ന്. പ്രിയങ്കയും പറയുന്നു തന്നോടാണ് റായ്ബറേലിയിൽ മത്സരിക്കുവാൻ പറഞ്ഞതെന്ന്. എന്തായാലും ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് അമേഠിയിൽ രാഹുലിനെയും റായ്ബറേലിയിൽ പ്രിയങ്കയും തന്നെ നിലനിർത്തുമെന്നാണ് കോൺഗ്രസിൻ്റെ അണികൾ വിശ്വസിക്കുന്നത്. അമേഠിയിൽ കാര്യമായ തിരിച്ചറിവ് കൊണ്ടുവരണമെങ്കിൽ ഉത്തർപ്രദേശിലും രാഹുൽ ഗാന്ധി മത്സരിക്കണം. അത് അമേഠിയിൽ തന്നെ ആകണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യവും ആഗ്രഹവും.